ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് സമയമായോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്ക് ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മടി വിചാരിക്കല്ലേ. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവിന് സമയമായോ എന്ന് നമുക്ക് നോക്കാം. സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു. ജഡ്ജ്മെന്റിന്റെ എനർജി. ദ മജീഷ്യൻ വന്നിരിക്കുന്നു. നയൻ ഓഫ് സോഡ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നമുക്ക് കുറച്ചുകൂടെ കാർഡ്സ് എടുത്തിട്ട് നോക്കാം. അപ്പോൾ സിക്സ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധിക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മേടിച്ചാൽ നിങ്ങളോട് വാങ്ങിച്ചിട്ടുള്ളവർ തരാതിരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്തതിന് ലഭിക്കാതിരിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സാമ്പത്തികപരമായ ദുഃഖം അനുഭവിച്ചിരുന്നു, വിഷമം അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ ഒരു വലിയ ദുരിതത്തിൽ നിന്നും അല്ലെങ്കിൽ അത്രമാത്രം വലിയ ഒരു പ്രയാസത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് അഭിവൃദ്ധിയാണ്, സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കാം. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അഭിവൃദ്ധിയുമാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികപരമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ കിട്ടാതിരിക്കുന്ന സാമ്പത്തികം ലഭിക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ശമ്പളമൊക്കെ ഒരുപാട് കാലം കൊണ്ട് ചില മാസങ്ങളിലെ പെൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടാവാം. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അതുപോലെ തന്നെ ശമ്പളം ചിലപ്പോൾ കൂട്ടിക്കിട്ടുന്ന അവസ്ഥയുമാകാം. എന്തായാലും നിങ്ങളിലേക്ക് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തികപരമായ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിന്റെ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തിന് തന്നെ മാറ്റം വരുന്നുണ്ട്. ഇവിടെ ഡബിൾ സിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിക്സ് ആണ് വന്നിരിക്കുന്നത്, രണ്ടാമത്തേത് നമുക്ക് സിക്സ് ആണ് നമ്പർ വന്നിരിക്കുന്നത്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജി, കപ്പ് അറിയാമല്ലോ. അപ്പൊ ഇവിടെ നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം. ഈ ഒരു വേർപാട് നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളിലേക്ക് ഒരിക്കലും ഇനി നിങ്ങൾ വിചാരിച്ചു കാണില്ല അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുമെന്ന്, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചു കാണില്ല ആ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന്. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിന് തന്നെ കാരണമാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. ചില വ്യക്തികൾ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ അകന്നു പോയ ചില വ്യക്തികൾ തന്നെ നിങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാനായിട്ട് യൂണിവേഴ്സ് ഒരു ദൂതനെ അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദൂതയെ അയച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ വന്നു ചേരുക, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരുപാട് മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവാം
ചിലരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരുപാട് മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കും, അല്ലേ? ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയും. പിന്നെ ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുമ്പോഴാണ് നിങ്ങളിലേക്ക് ഒരുപാട് ആത്മീയമായ ഉണർവ് സംഭവിക്കുന്നത്. ചില വ്യക്തികൾ അടുത്തു വരുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കാം. മനസ്സിലായി? ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഇവിടെ ഏതോ നിങ്ങളുടെ ബാല്യകാലത്ത് നഷ്ടപ്പെട്ട ഏതോ ഒരു സുഹൃത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഇനി അതുമല്ല, മറ്റേതെങ്കിലും ചില പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളോട് അത്രമാത്രം നിങ്ങൾക്ക് സ്നേഹം തന്നിരുന്ന, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഐശ്വര്യമാണെന്ന് കരുതി നിങ്ങൾ കൂടെ കൊണ്ട് നടന്നിരുന്ന ചില വ്യക്തികൾ, കൂടെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായിരിക്കും. അത് നിങ്ങളുടെ ആ സ്നേഹത്തിന് ഒരു മാറ്റം തന്നെ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു വലിയ വഴിത്തിരിവാകുന്നു. അങ്ങനെയുള്ള ചില കണ്ടുമുട്ടലുകൾ, ചില തിരിച്ചുവരലുകൾ, മനസ്സിലായി? ചിലരുടെ തിരിച്ചുവരവെന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം തരുന്ന, അല്ലെങ്കിൽ ഒത്തിരി മാറ്റം തരുന്ന, നിങ്ങളുടെ ദുഃഖത്തിന് വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ സന്തോഷത്തിന് ഒരുപാട് മാറ്റുകൂട്ടുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടെ അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ വിഷമം അനുഭവിച്ചിട്ടൊരു അടുത്ത ജന്മമെങ്കിലും ഇനി നല്ലതായിട്ട് എനിക്ക് തരണമേ, കാരണം ഈ ജന്മം മുഴുവൻ ഞാൻ ഒരുപാട് സങ്കടം അനുഭവിച്ചു, ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ജന്മം തരണമേ ദൈവമേ എന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ടാമതൊരു ജന്മം വരാൻ പോകുന്നു. രണ്ടാമതൊരു ജന്മം എന്ന് പറയുമ്പോൾ എന്താണ്? മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം അകന്ന് വളരെയധികം പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കടക്കാനുമുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ പഠിച്ച ലെസണുകൾ അതിനെല്ലാം പിന്തള്ളുന്നു, അതിനെല്ലാം ഒരു ഓർമ്മ മാത്രമായിട്ട് അവശേഷിപ്പിക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. അവിടെ നിന്നുമാണ് ലെസൺസ് പഠിക്കാൻ പറ്റി. ആ പഠിച്ച പാഠങ്ങളെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പിന്തള്ളുകയും പിന്നെ അത്യാവശ്യമുള്ളതിനെ മാത്രം മുന്നോട്ടെടുത്തുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുത്തണം എന്ന് കരുതിക്കൊണ്ട് തന്നെയും രണ്ടാമത് വളരെ സസൂക്ഷ്മം ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ജീവിതത്തിന്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു. അത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി, നല്ലതുപോലെ ദൈവാനുഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിലേക്ക് കടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു അധ്യായം നിങ്ങൾ എൻഡാക്കിയിരിക്കുന്നു. ആ എൻഡാക്കിയ അധ്യായത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് കടുത്ത മാനസിക പീഡകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്കൊരു വലിയ വഴിത്തിരിവെന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അത് മജിഷ്യനാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു തുടക്കവും വന്നിട്ടുണ്ട് മജിഷ്യൻ. ഇവിടെയും നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു തുടക്കം തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെയും നിങ്ങൾക്ക് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. ഇവിടെ മജിഷ്യന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിലോ നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ വിട്ടുപോവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒരുപാട് പരാജയം വന്നിട്ടുണ്ടാവാം. പല കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങളാവാം, അല്ലെങ്കിൽ അവർ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾ ഏറ്റിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത രാത്രികൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരോടും സന്തോഷമായിട്ടും സഹകരിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നിടത്ത് ഒത്തിരി പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി മുന്നോട്ട് എങ്ങനെ കടക്കാൻ സാധിക്കും എന്നുള്ള വിഷമത്തിലാണ്. അപ്പോൾ ഇത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കർമ്മയാണ് അനുഭവിക്കുന്നത്. ചില കേസുകൾ ഉണ്ടാവാം നിങ്ങൾക്കെതിരായിട്ട്. അതുപോലെ മറ്റുള്ളവർ നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ച ചില കുറ്റാരോപണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ മനസ്സുപോലും അറിയാത്ത മനസ്സുകൊണ്ട് പോലും നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങളിവിടെ ഒന്ന് മുക്തരാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ട്. അവർ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവിടെ നിന്ന് നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ മജീഷ്യന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയും അധികകാലം നിങ്ങൾ ദുഃഖം അനുഭവിച്ചിരിക്കില്ല. ദുഃഖം അനുഭവിച്ചുവെങ്കിൽ തന്നെയും അത് ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എനിക്കത് സാധിക്കണം, അത് സാധിച്ചിട്ടേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം അനുഭവിക്കാൻ എനിക്ക് കഴിയൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ ഞാൻ ഈ വിചാരിക്കുന്ന കാര്യം സാധിച്ചുവെങ്കിൽ മാത്രമേ പറ്റൂ. അങ്ങനെ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളും, അത് വന്നേ പറ്റൂ എന്നുള്ള ആ ഒരു നിർബന്ധത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് ഇത് സാധ്യമായി കിട്ടുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം സാധ്യമായി കിട്ടുമ്പോൾ നിങ്ങൾ രണ്ടാമതൊരു ജന്മത്തിലേക്ക് തന്നെ വരുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ടെൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോഴൊക്കെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പാടില്ല. അവസരങ്ങളെ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അവിടെ എന്തവസരമാണോ വരുന്നത് അത് ഡിവൈനായിട്ട് തരുന്നതാണ് എന്നുള്ള ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടാകണം. ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ തള്ളിക്കളയാൻ പാടില്ല. അവിടെ നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. പിന്നെ മനസ്സൊന്ന് കൺഫ്യൂസ്ഡ് ആവും, കാരണം എന്താണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, എന്ത് സെലക്ട് ചെയ്താലും എനിക്ക് ഇതിലൂടെ മുന്നോട്ട് പോകണം, ഇതിനായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അതിലൂടെ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഏറ്റവും നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. സന്തോഷത്തിൻ്റെതായ സഫലത അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേർ ദുഃഖിച്ചിരുന്നിട്ടുണ്ടാവണം, കരഞ്ഞ് തളർന്നിട്ടുണ്ടാവണം. ഇവിടെ കണ്ടില്ലേ, ടെൻ ഓഫ് സോഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നയൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്, ടെൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേർ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന, കർമ്മ അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ എന്താണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് എൻഡ് ആവും. ഇവിടെ 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില കുറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് വരരുത് എന്ന് കരുതി നിങ്ങളിൽ മറ്റുള്ളവർ ചെലുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, കുറ്റങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിൽ പലരും സംശയദൃഷ്ടി, അതുപോലെ തന്നെ അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷമുണ്ടാവും, പല കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരാജയത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, വരാതിരിക്കില്ല. കാരണം 9 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്, ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ഇവിടെയും അവസരങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരും. ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഇവിടെ അവസരങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് സന്തോഷം വരുന്നു. ഏത് കാര്യത്തിനാണ് സന്തോഷം വേണ്ടതോ, ഇനി ഗോൾഡ് വാങ്ങിക്കാനാണോ, ഓർണമെന്റ്സ് വാങ്ങിക്കാനാണോ, അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ, വീട് വാങ്ങിക്കാനാണോ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരാൻ. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്. ഇനി
അഥവാ അതുമല്ല എങ്കിൽ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ വന്നു ചേരാം. ഇനി അതുമല്ല എങ്കിൽ ചില ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. ജോലി കാര്യങ്ങളിലേക്കാവാം, അത് ജോലിയിലേക്കാവാം, മറ്റു പല കാര്യങ്ങൾക്കുമുള്ള അവസരങ്ങളാവാം. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടേതാണ്. ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു അവസരം കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ചീറ്റിംഗ് ആവാം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലുണ്ടായ ചീറ്റിംഗ് ആവാം. നിങ്ങളെ ഒരുപാട് നിങ്ങളോടൊപ്പം സ്നേഹിച്ച് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അവർ പോകുന്നതാവാം. അങ്ങനെയും നിങ്ങൾ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ഒരു ചീറ്റിങ്ങോടുകൂടി നിങ്ങളുടെ ജീവിതമൊന്നും അവസാനിക്കില്ല. പിന്നെയും ദുഃഖം അനുഭവിക്കാൻ പോകുന്ന നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികൾ തന്നെയാണ്. മനസ്സിലായി? ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് പിന്നീട് അനുഭവിക്കും. തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ, അത് അവർ അനുഭവിക്കാതിരിക്കില്ല എന്ന് കരുതി നിങ്ങൾ അവർക്ക് കർമ്മ കൊടുക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടേതായ വഴിയെ കൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായോ? അവർക്കുള്ളത് ദൈവം കൊടുത്തോളും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ അതിന് പകരം വീട്ടാൻ പോവണ്ട. മനസ്സിലായോ? ആരോടും പക, വിദ്വേഷം ഒന്നും വെച്ചു പുലർത്തുന്ന ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വരില്ല. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം വളരെ വലിയൊരു ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ? ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്ത് ചിന്തിച്ചോ, എന്ത് കാര്യത്തിലേക്കാണോ കടക്കണമെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ചില ജോലികളാവാം, ചിലപ്പോൾ ചില യാത്രകളാവാം, വിദേശ യാത്രകളാവാം, വിദേശത്ത് പോയി ജോലി നേടുന്നതാവാം, ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതാവാം. എന്തായാലും നിങ്ങളിവിടെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ഇപ്പോൾ. ഇതിനു മുൻപ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചിരുന്നില്ലായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഈ തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ പോയത്, ഇവിടെ കാണുന്നത്. മനസ്സിലായി? നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ഇതിലേക്ക് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയതാവാം, ബുദ്ധിപൂർവ്വം ആലോചിച്ച് എടുത്ത ചില തീരുമാനങ്ങളാവാം. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം, ക്ലാരിറ്റിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം. ടെൻ ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോഡ് വന്നിട്ടുണ്ട്, ഇവിടെ 10 ഓഫ് കോയിൻസും വന്നിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾസ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു എനർജി തുടക്കം വരുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ 10 ആണ്, കംപ്ലീഷനും ഉണ്ട്. ഇവിടെ കംപ്ലീഷൻ ഉണ്ട്. പക്ഷെ വീണ്ടും ഇവിടെ ഒന്നേന്ന് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് അതിന്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായാലും ഇവിടെ ഒരു സഫലത, ഇവിടെ ഒരു നിറവാണ് സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തികം ധാരാളമായി നിങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ ചില ലോട്ടറികളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ, സാമ്പത്തികപരമായി സഹായിക്കാനുള്ള എനർജിയാണ്. അതുമല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നാണ് ആദ്യം തന്നെ നമുക്ക് 6 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തികം വരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ പുതിയൊരു തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നു, അതിനൊരിക്കലും മാറ്റം വരുത്തില്ല. കാരണം നിങ്ങളൊരു കിങ് ആവുകയാണ്. അപ്പോൾ ഒരു കിങ്ങിന് ഒരിക്കലും പ്രവൃത്തിയിൽ മാറ്റം വരുത്താൻ പാടില്ല, ചിന്തകളിൽ മാറ്റം വരുത്താൻ പാടില്ല. ഉറച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുക, ഉറച്ച തീരുമാനമെടുത്തു അതിൽ ഉറച്ചു തന്നെ നിൽക്കുക എന്നുള്ളതാണ്. വാക്കുകൾ മാറ്റി പറയുന്ന ഒരു നല്ല വ്യക്തിക്ക് ചേർന്ന പ്രവൃത്തിയല്ല.
മനസ്സിലായ? ഒരു കാര്യം പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ, കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു. വളരെ വലിയ സക്സസ്സിലേക്കാണ് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയാണെങ്കിൽ 8 ഓഫ് കപ്സ് ആണ്. വേണ്ട, ഒരുപാട് കാര്യങ്ങളെ, അതെ, പഴയ ചില കാര്യങ്ങളെ, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഒക്കെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ ഉപേക്ഷിക്കൽ തന്നെയും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് അവസരങ്ങളാണ്, ജീവിതത്തിൽ മുന്നേറാനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? നമുക്ക് ന്യൂമറോളജി കാർഡ്സ് ഒന്ന് നോക്കാവേ. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. കണ്ടില്ല, ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മാറ്റമാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. വലിയൊരു വഴിത്തിരിവ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഏറ്റവും ഉചിതമായ ഒരു കാര്യം തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇതൊരു വലിയ വഴിത്തിരിവിനുള്ള കാരണമാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ജീവിതത്തിന്റെ സക്സസിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഇവിടെ മജീഷ്യന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്? ഇത് നിങ്ങൾക്ക് സഫലമാകുന്നു. അല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അല്ല എങ്കിൽ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു വലിയ വിജയത്തിലേക്ക് തന്നെ നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാപ്രിക്കോൺ ആണ്. അതായത് മകരം, ഉത്രാടം, മുക്കൽ, തിരുവോണം, അവിട്ടം, അരയാണ്, മകരമാസമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് അമാവാസി സമയമല്ലേ, അപ്പോൾ ഇത് അമാവാസി, ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ മൂൺ ആകുമ്പോഴത്തേക്ക് സാധ്യമാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അഥവാ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. ചില ബന്ധങ്ങളെ, ചില കൂട്ടുകെട്ടുകളെ നമുക്കതൊന്നും പറ്റുന്നില്ല, നമുക്കത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. അവിടെയാണ് നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്. പിന്നീട് തീർച്ചയായിട്ടും എന്താണ്, അത് നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നു ചേരും. മനസ്സിലായി? അങ്ങനെയുള്ള ദൈവത്തിലെ ഒരു വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നിങ്ങളോട് നിങ്ങളുടെ സോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എ ന്യൂ സ്ട്രാറ്റജി ഇസ് റിക്വയർഡ്. കണ്ടില്ലേ, ഫൈൻഡ് ദ പാത്ത് ടു ലവ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ സ്ട്രാറ്റജി നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അത് നിങ്ങൾ കൊണ്ടുവരണം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ തലതാഴ്ത്തി നടത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്കൊരു കുറ്റബോധമുണ്ട് എങ്കിൽ, മനസ്സിലായോ? അങ്ങനെ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു തന്ത്രം ഇവിടെ പ്രയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പരാജയപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ എനർജിയിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതാണ്. നിങ്ങൾ അത് മാറ്റിയെടുക്കണം. ആ നെഗറ്റീവായ എനർജിയെ നിങ്ങൾ മാറ്റിയെടുക്കണം. തീർച്ചയായിട്ടും മറ്റൊരു വഴി നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക്
സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്, സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശരിയായ പാത നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതും അത് അനുഭവിക്കാൻ കഴിയുന്നതും അപ്പോൾ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹൗ ദ കറേജ് ടു ബി ഫ്രീ. കണ്ടില്ലേ, ഫ്രീ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഫ്രീ ആയിരിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം? കറേജ് കൊണ്ടുവരണം, ധൈര്യം കൊണ്ടുവരണം. മനസ്സിലായോ? ഈ ധൈര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ പവർഫുൾ ആവണം, ആക്റ്റീവ് ആവുക. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ മടി പിടിച്ചിരിക്കുക, ചതഞ്ഞെന്ന് പറഞ്ഞ് ഇരിക്കുക, ഇതൊന്നും പാടില്ല. അപ്പോൾ നമ്മളുടെ ഓറയൊന്നും അത്ര ശക്തമായിട്ട് മുന്നോട്ട് കാണാൻ പറ്റില്ല. മനസ്സിലായി? നമ്മളുടെ ഓറ പവർഫുൾ ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ചക്രാസ് ഒന്ന് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഉള്ളിലെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ മുന്നോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ധൈര്യം ഒരിക്കലും ചോർന്നു പോകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടതാണ്. അല്ലേ? അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റത്തുള്ളൂ. ഫ്രീഡം നിങ്ങളുടെ ജീവിതത്തിൽ തുടരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടും. ആഗ്രഹത്തിന്റെ ഒരു അവസാനമാണ് ഫ്രീഡം കിട്ടുക എന്ന് പറയുന്നത്. ആഗ്രഹം ഉള്ളിലുള്ളപ്പോൾ എന്താണ് അവിടെ ഫ്രീഡം ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ആഗ്രഹം അവിടെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞതുപോലെ ധൈര്യം മുന്നോട്ട് കൊണ്ടുവരൂ, ധൈര്യമായിരിക്കൂ, ധൈര്യം എടുക്കൂ. ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രവർത്തികൾക്കും പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എല്ലാവരുടെയും സോൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. അപ്പൊ ഹാപ്പിനെസ് ഇല്ലാതെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ആ ഹാപ്പിനെസ്സിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് സോൾ തരുന്നത് ഇവിടെ. മനസ്സിലായി? ഇതാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ്. കണ്ടില്ല, വളരെ വളരെ അതിശയകരമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ ഈ ഒരു വർഷത്തിൽ, നിങ്ങളുടെ ഈ ഒരു സമയത്തിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവോ ഇനി എനിക്കൊരു ലൈഫില്ല. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് പാർട്ട്ണർ നഷ്ടപ്പെട്ടു, പുതിയൊരു പാർട്ട്ണർ വന്നിരുന്നുവെങ്കിൽ, എന്നെ ഒന്ന് കെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ വന്നിരുന്നെങ്കിൽ, എനിക്ക് അത്യാവശ്യമായിട്ടാണ് ഉള്ളതാണ്, ഒരു സ്നേഹം എനിക്ക് ആവശ്യമാണ്, ഒരു കെയറിങ് എനിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ ഒരു പാർട്ട്ണർ ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്, മൈൻഡ് ഒത്തിരി നിരാശപ്പെടും. എന്താണ്, എനിക്കിനി ഇതൊന്നും ലഭിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ആഗ്രഹങ്ങളെ പിന്തള്ളിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം ഒരു സമയം വരുന്നുണ്ട്. അതിനി ഏതൊരു സമയത്തായാലും, നിങ്ങളുടെ ഏജ് എത്രയായാലും, ഏത് വയസ്സായാലും നിങ്ങൾക്ക് ഇത് സംഭവിക്കാവുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സമയത്തെ നിങ്ങൾ വരവേൽക്കൂ, സ്വാഗതം ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സംഭവിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാകും. വളരെ നല്ല ഒരു വഴിത്തിരിവിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ പാർട്ട്ണർ വന്നിട്ട് നിങ്ങളോടൊപ്പം ലൈഫ് പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു എനർജി ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ സോൾ നിങ്ങളോട് ഇനി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് ഞാനിവിടെ 2 കാർഡ്സ് എടുക്കാവേ. അപ്പം നിങ്ങളതൊന്ന് സെലക്ട് ചെയ്യണം. 1, ഇത് നമ്പർ 1. നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ സോൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാവേ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് 1, ഇത് 2. നിങ്ങളോട് നിങ്ങളുടെ സോൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ്, എന്ത് മെസ്സേജാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിനത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ എന്ന് നോക്കാനാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സെലക്ട് ചെയ്തവർക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത് സെലക്ട് ചെയ്തിരിക്കുന്നവരോട് സോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ്റ്റ് ഇൻ ദ റൂയിൻസ് ഓഫ് ദ പാസ്റ്റ്. മനസ്സിലായോ? ഫൈൻഡ് ദ വേ ടു ദ പ്രസന്റ് മൊമെന്റ് ആൻഡ് ലൈഫ്.
ഇവിടെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളെ വീണ്ടും വീണ്ടും ഓർത്തോർത്തോർത്ത് ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷത്തെ നിങ്ങൾക്ക് എടുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ സോളിനെ ബാധിക്കുന്നതാണ്. മനസ്സിലായോ? പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം, റിലേഷൻഷിപ്പിലെ നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാം, അഥവാ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിലൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ സങ്കടത്തെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ നിങ്ങളുടെ എനർജിയിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ തീർത്തും നിങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. കാരണം നിങ്ങളുടെ സോളിനെ കൂടെ ഇത് ബാധിക്കുന്നതാണ്. ഈ ഒരു എനർജി നിങ്ങളുടെ സോളിനും ബാധ്യമാകുന്നതാണ്, അല്ലെങ്കിൽ ബാധകമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സോൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. പോയ നഷ്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും ഓർത്തിട്ട് വിലപിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരുന്നത്. മനസ്സിലായി? ഇതാണ് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക്. ഇനി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരോട് നിങ്ങളുടെ സോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ഹാവ് കറേജ്. കണ്ടില്ലേ? എവേക്കൺ ദ വേരിയർ ഓഫ് ലൈറ്റ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. അവിടെ ആ ഒരു പ്രകാശത്തെ ജ്വലിപ്പിക്കൂ. നിങ്ങൾ വളരെയധികം കറേജായിട്ട് മുന്നോട്ട് വരുമോ. നിങ്ങൾ ഭീരുത്വം നിറഞ്ഞ് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഭീരുവായിട്ടിരിക്കാൻ പാടില്ല. ഭീരുത്വം നിറഞ്ഞ ഒരു ലൈഫ് നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള യോദ്ധാവിനെ ഉണർത്തിയെടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്ത് പോരാടി നിങ്ങൾ ജയിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ. ഇങ്ങനെ നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആൾക്കാരല്ല. എന്തൊരു കാര്യം വരുന്നുണ്ടോ, നിങ്ങളുടെ മുൻപിൽ പല പ്രതിസന്ധികൾ വരുന്നുണ്ടാവാം. അവിടെ നിങ്ങൾ അതിനെ മറികടന്ന് വിജയിക്കാൻ തക്ക പ്രാപ്തിയുള്ളവരാണ്. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ അതിന് ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലുണ്ട് ധൈര്യം, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ കൂടുതൽ കൂടുതൽ പവർഫുൾ ആവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏത് കാര്യത്തെയും ഞാനിതിനെ മറികടക്കും, എന്ത് പ്രശ്നം നിങ്ങൾക്ക് നേരെ വന്നാലും വിചാരിക്കേണ്ടത് എന്താണ്? ഞാനിതിനെ മറികടക്കും, എനിക്കതിന് ധൈര്യമുണ്ട്, എനിക്കതിന് കഴിവുണ്ട്, ഐ ആം കേപ്പബിൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഐ ആം കേപ്പബിൾ എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.